ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. 2530 പൗണ്ട് ഏറ്റവും കുറഞ്ഞ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ബാങ്ക് ബാലൻസ് കാണിച്ചിരിക്കണം. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഏകദേശം 3 ലക്ഷം രൂപയുടെ അടുത്ത് വരും കേട്ടോ. അത് തുടർച്ചയായിട്ട് 28 ദിവസം കാണിച്ചിരിക്കണം. അതേപോലെ വിസയ്ക്കായിട്ട് നിങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നിങ്ങൾ മെയിൽ എന്തായാലും വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. പാസ്പോർട്ട് സേവാ കേന്ദ്രം വഴി അയക്കുന്ന PCC സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്, സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. മെഡിക്കൽ ടെസ്റ്റ്, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് TB ടെസ്റ്റ് ആണ്. UK വരുന്ന, ഇന്ത്യയിൽ നിന്ന് UK വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇനിയിപ്പോൾ ഡിപ്പെൻഡന്റ് വിസയിലാവട്ടെ, സ്റ്റുഡന്റ് വിസയിലാവട്ടെ, ഏത് വിസയിൽ വരുന്ന ആൾക്കാരും TB ടെസ്റ്റ് റിസൾട്ട് എടുത്ത് വെച്ചിരിക്കണം എന്ന് നിർബന്ധമാണ്. അത് UK അംഗീകരിച്ച മെഡിക്കൽ സെന്ററുകളിൽ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. അതൊക്കെ ചിലപ്പോൾ മെയിലിൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. പറഞ്ഞല്ലോ, ഡിഗ്രി ഉണ്ടെങ്കിൽ UK വരാൻ വേണ്ടി പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്ന്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്തായാലും നിർബന്ധമായും നിങ്ങൾ ഡോക്യുമെന്റിൽ കരുതേണ്ടതാണ്.